തൃശൂർ പൂരം കലക്കിയതിന്റെ പേരിൽ വലിയ വിവാദങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടയാളാണ് എം.ആർ. അജിത് കുമാർ. ADGP ആയി അദ്ദേഹം കേരളത്തിൽ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ PV അൻവർ, ഇടതുമുന്നണി വിട്ട MLA PV അൻവർ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇടതുമുന്നണിയിലെ പ്രബല കക്ഷിയായ CPI, ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ തൃശൂർ പൂരത്തിനെ സംബന്ധിച്ച് സുനിൽകുമാറോട് നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ CPI ആ വിഷയം ഏറ്റുപിടിക്കുകയും ഒരു ഇടത് സർക്കാരിന് കീഴിൽ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്ന എം.ആർ. അജിത് കുമാറിന് ഇവിടെ ADGP ആയി അധികകാലം തുടരാനാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞത് ശരിയായി. ADGP ആയി അദ്ദേഹം അധികാരം തുടരുന്നില്ല. ഇപ്പൊ അദ്ദേഹം DGP ആയി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തിരിക്കുന്നു സംസ്ഥാന ക്യാബിനറ്റ്. സഖ്യകക്ഷികൾക്കും പണി കൊടുത്തു, അതേപോലെ തന്നെ PV അൻവറിനും പണി കൊടുത്തു. അതായത് PV അൻവർ പറഞ്ഞത് ഇദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റണം എന്നുള്ളതാണ്. അതെ, സംഭവം സത്യത്തിൽ പറയുകയാണെങ്കിൽ ആ സ്ഥാനത്തില്ല, നല്ലൊരു സ്ഥാനത്തുണ്ട്. അല്ല, ഇവിടെ ഇപ്പോഴും ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്തെല്ലാം വിവാദങ്ങൾ ഈ പറയുന്ന രീതിയിൽ എം.ആർ. അജിത് കുമാറിനെതിരായി ഉയർന്നു വന്നെങ്കിലും പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും P. ശശിയാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഈ തീരുമാനം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാരായ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്നാണ്. അല്ല, നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടി. അല്ല, എന്റെ ചോദ്യം അതല്ല. എന്തിനാണ് പിന്നെ ഈ പറയുന്ന ADGPയെ പിണറായി സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം ഉണ്ടായല്ലോ. ചെറിയ തോതിൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സസ്പെൻഷൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചലനമൊന്നും ഉണ്ടായില്ലെങ്കിലും ആ ആക്ഷേപമൊക്കെ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് അത് ചെയ്തത്? അങ്ങനെ ചെയ്തതിനെ സംബന്ധിച്ച അന്വേഷണങ്ങൾ പൂർത്തിയായോ? അങ്ങനെ അതിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വിലയിരുത്തുന്നത്? ഈ തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സമിതി ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് രണ്ടുപേരെ ADGP പദവിയിൽ നിന്ന് DGP പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ DGP ആക്കും എന്നുള്ളതല്ല, അവർക്ക് ആ റാങ്ക് നൽകുകയും ഇപ്പോൾ മറ്റൊരു ഒഴിവ് വരുന്നത് വരെ ADGP തസ്തികയിൽ തന്നെ തുടരണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. എന്തായാലും എം.ആർ. അജിത് കുമാറിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് നിരവധിയായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ച അന്വേഷണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ നേരത്തെ ഒരു ചെറിയ നടപടി എടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അൻവർ പറഞ്ഞതിൽ എന്തോ കഴമ്പുണ്ട് എന്ന തോന്നലാണ് യഥാർത്ഥത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ ബെഹ്റ DGP ആയി വന്നത് മുതലുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് ഇത് RSSന്റെ റിക്രൂട്ട്മെന്റ് ആണ് കേരളത്തിലെ DGP എന്നത്. ആ ആക്ഷേപം തന്നെയാണ് അജിത് കുമാറിലേക്കും ഇവിടെ പോലീസ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ADGP അജിത് കുമാറിന്റെ പേരിലും ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തരത്തിൽ അദ്ദേഹത്തിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റ് ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും. അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇവിടെ ഹൊസബല്ലയുമായി ചർച്ച ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എന്താണ് RSSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് പോയി അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച ചെയ്യേണ്ട എന്ത് വിഷയമാണ് ഉള്ളത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയില്ല. ഹൊസബല്ലയുമായി ചർച്ച ചെയ്യുക, റാം മാധവുമായി ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് RSSന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാന രംഗം കൊണ്ടുപോകണം എന്നുള്ള തരത്തിലുള്ള കൂടിക്കാഴ്ചയാണോ, ചർച്ചയാണോ, എന്താണ് ഉണ്ടായതെന്നറിയില്ല. തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി ഈ കൂടിക്കാഴ്ച ഉപകരിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്, PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. തൃശൂർ പൂരം കലക്കിയതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു തൃശൂരിലെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ. അതിന്റെ ഭാഗമായിട്ട് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI വലിയ തോതിൽ ആ വിഷയം ഏറ്റുപിടിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊന്നും കാര്യമല്ല. അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ അദ്ദേഹം പാർട്ടി വിട്ട് അല്ലെങ്കിൽ ആ സഹവാസം വിട്ടുപോയ ഒരാളാണെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ CPI ഉന്നയിച്ച ആക്ഷേപങ്ങളെ പോലും അവഗണിച്ചുകൊണ്ടാണ്
ഈ പറയുന്ന തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ പോയിട്ടുള്ളത്, സംസ്ഥാന ഗവൺമെന്റ് പോയിട്ടുള്ളത്. അപ്പോൾ ആരോടാണ് വിധേയത്വം എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും വളരെ പ്രസക്തമായി ഉയർന്നു വരികയാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ RSSന്റെ കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശം പിണറായി വിജയൻ ഇപ്പോഴും ശിരസ വഹിക്കുന്നുണ്ട് എന്ന ഒരു ആക്ഷേപം ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരികയും അതിൽ നിന്ന് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടുകയാണെങ്കിൽ വേണ്ടില്ല. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അതിലൊന്നും കഴമ്പില്ല എന്ന് കാണുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി അതിനെ സംബന്ധിച്ച് ക്ലീൻ ചിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരി, അതിനെ സംബന്ധിച്ച് അത് ക്ലിയറായി, ഇനി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന ഒരു നിലപാടെടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ ശക്തമായി ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അജിത് കുമാറിനെ മാറ്റും, ഇപ്പോൾ മാറ്റിയേക്കും, അടുത്തു തന്നെ മാറ്റും എന്നുള്ള രീതിയിൽ ചർച്ച ഉയർന്നു വരികയും കേന്ദ്രത്തിൽ നിന്ന് ചില സുപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശം വരികയും അത് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാൽ പണി കിട്ടും എന്നുള്ള തരത്തിൽ പിണറായി വിജയൻ കിട്ടിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരുന്നത് അല്ലെങ്കിൽ അതിനെ മയപ്പെടുത്തിയിരുന്നത് എന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ ഉയർന്നത്. എനിക്ക് ചെറിയൊരു സംശയം, അതായത് ഘടകകക്ഷികൾ തന്നെ പറയുന്നു ഇദ്ദേഹത്തെ മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ഇദ്ദേഹം സർവീസിൽ ഇരിക്കേണ്ടതല്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മളിപ്പോ അതുകൂടെ ചർച്ച ചെയ്യണമല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ല എന്നൊക്കെ പിന്നെ തെളിയിക്കേണ്ട വിഷയങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്കുള്ള പെരുമാറ്റങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത്തെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാര്യം ജനങ്ങള് വലിയ രീതിയിലേക്ക് സംശയത്തിൽ നിൽക്കുകയാണ്. അത് വീണ്ടും സംശയം കൂടാനുള്ള സാഹചര്യം ശരിക്കും ഇന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, ഇടതുപക്ഷത്തിന്റെ പ്രധാന പൊളിറ്റിക്കലി തന്നെ അതിനെ കാണുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രധാന എതിരാളി ആരാണ് കേരളത്തിൽ? BJP അല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോഴും ഒരു അധികാരത്തിലേക്ക് വരാവുന്ന തരത്തിലുള്ള ജനപിന്തുണ ആർജിച്ചിട്ടുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രധാന ശത്രു ആരാണ്? അവിടെയും കോൺഗ്രസ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എതിരാളിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള എതിരാളി തങ്ങൾക്ക് മിത്രമാക്കുക എന്നുള്ള നിലപാടുമായി BJPയും CPMും കൂടെ യോജിച്ചു പോകുന്നുണ്ട് എന്ന ആക്ഷേപത്തെ ഒരു പരിധി വരെ ശരിവെക്കാൻ കഴിയുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വയനാടിന്റെ കാര്യം. BJPയുടെ കാര്യം എടുത്തു പറയേണ്ടത്, BJP പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അതെ, ഇടതുപക്ഷം പറയുന്നത് കോൺഗ്രസ് മുക്ത കേരളം. ഇത് രണ്ടും ഒരേ മുദ്രാവാക്യം. കേരളത്തിലെ ഭൂപ്രദേശത്ത് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റ മനസ്സുള്ളവരായി മാറുന്നതിൽ അതെ തീർച്ചയായും അതിൽ രണ്ടും പറയുമ്പോൾ കേരള മുക്ത കോൺഗ്രസ് എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ BJP ഒരു എതിരാളിയല്ല ശരിക്കും ഇടതുപക്ഷത്തിൽ നിന്നുകൂടെ നമുക്ക് കൂട്ടി പറയേണ്ടി വരും. കാര്യം അതുകൂടെ എടുത്തു പറയണം. പക്ഷെ എങ്കിലും ഈ സോഫ്റ്റ് കോർണർ എന്നുള്ള സാധനം എപ്പോഴും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സോഫ്റ്റ് കോർണർ, ഞാനത് വയനാടിന്റെ കാര്യം പറഞ്ഞത്, എന്താ നടക്കുന്നത് വയനാട്ടില്? എത്രയായിരം ആളുകളാണ് ഗതികെട്ട് ജീവിക്കുകയാണോ, എങ്ങനെയാ കഴിയുന്നത് പോലും നമുക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന രീതിയിൽ അവർ ജീവിതം തള്ളി നീക്കുകയാണ് ഓരോ മണിക്കൂർ. അവിടെ ഈ പറയുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നില്ലെന്ന് കരുതുക, കേന്ദ്ര ഗവൺമെന്റ് വേണ്ടത് തന്നില്ല, എന്തെങ്കിലും തരത്തിൽ ഒരു ഉച്ചത്തിൽ ഒരു ശബ്ദം പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടോ? ഇവിടുത്തെ CPMന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടോ? DYFI എവിടെയാണ് കിടക്കുന്നത്? ഈ തരത്തിൽ ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഉയരുന്നില്ല. നേരെ മറിച്ച് മറ്റേതെങ്കിലും സർക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് UPA സർക്കാരോ അല്ലെ അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളോ ആയിരുന്നുവെങ്കിൽ കേന്ദ്ര വിരുദ്ധ സമരങ്ങളുടെ വേലിയേറ്റം കൊണ്ട് നമ്മുടെ തെരുവുകൾ പ്രകമ്പനം കൊള്ളുമായി. തീർച്ചയായും ഒരൊറ്റ ഓഫീസ് നേരാൻ വണ്ണം പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഇവിടെ മുമ്പ് കണ്ടതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് വളരെ മയപ്പെടുത്തിയ വാക്കുകൾ, അത്യാവശ്യം ചില സമയം കൊല്ലുന്ന തരത്തിലുള്ള ചില കേസുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു തീരുമാനവുമാകാതെ പോകുന്ന കേസുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ പറയുന്ന കേന്ദ്ര വിരുദ്ധത CPM പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് തിരിച്ചിങ്ങോട്ടോ എന്തെല്ലാം കാടിളക്കി വന്ന അന്വേഷണങ്ങൾ, ഇവിടെയൊക്കെ വട്ടമിട്ട് പറന്ന കേന്ദ്ര ഏജൻസികൾ, അവരൊക്കെ ഇപ്പൊ എവിടെ പോയി ഒളിച്ചു? ഒരു കാര്യത്തിലും ഒരു അന്വേഷണം നടക്കുന്നില്ല. കാരനൂർ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാർത്തയും പുറത്തു വരുന്നില്ല. സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് ഒരു വാർത്തയും പുറത്തു വരുന്നില്ല. 40-ലധികം സിറ്റിങ്ങുകൾക്ക് അഭിഭാഷകനെ ഇരുത്താതെ CBI ഇപ്പോഴും ലാവ്ലിൻ കേസിൽ ഒളിച്ചുകളി തുടരുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഗവൺമെന്റിനെതിരായി, പിണറായി വിജയനെതിരായി, CPMനെതിരായി നടത്തുന്ന നീക്കങ്ങൾക്കും ഈ മയപ്പെടുത്തലുണ്ട്. അവിടെയും ഈ പറയുന്ന കാർക്കശ്യം കാണുന്നില്ല. കേന്ദ്ര വിരുദ്ധ സമരം നടത്തേണ്ട ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ പോകുന്നില്ല. ഇപ്പൊ സംസ്ഥാനത്ത് സാമ്പത്തികമായി സഹായിക്കാതെ വരിഞ്ഞു മുറുക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാ പറഞ്ഞതല്ലേ?
കടമ്പത്തിന്റെ പരിധി കുറച്ചു, സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് എന്നൊക്കെ പറയുമെങ്കിലും കേന്ദ്രത്തിനെതിരായി ഒരു സമരവും ചെയ്യാൻ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണല്ലോ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാറ്റിനെയും സൂചിപ്പിക്കാൻ കഴിയില്ലെങ്കിലും പല ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയും. അതിന്റെ കൂടി സൂചനയാണ് ഇപ്പോൾ അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് DGP ആയി പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള നടപടി എന്ന് തന്നെയാണ് പൊതുവിൽ വിശ്വസിക്കാൻ കഴിയുക. ജനങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള സംശയം ഉണ്ടായിരുന്നു, അത് വീണ്ടും സംശയമായി മാറി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അൻവറിന് നല്ലൊരു പണി കൊടുത്തു എന്നുള്ളതാണ്. അൻവറാണ് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചല്ലേ ഈ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ അൻവർ ശരിക്കും ശബ്ദിച്ചു നിന്നാണ്. അപ്പൊ അൻവറെ നീ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. CPI ഒന്നുമല്ല എന്നാ പറയുന്നത്. രണ്ടും ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്കാണ്. നന്ദി, നമസ്കാരം.